ഹലോ ഗൈസ്, ദേവയാനി നയനയെ അംഗീകരിച്ചുല്ലേ. ഇപ്പൊ നയനയെ ഓരോരുത്തർ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നൊന്നും ദേവയാനിക്ക് അത്ര പിടിക്കുന്നില്ല. നന്ദുവിന് അനിയോട് ഇഷ്ടമുള്ള കാര്യം അറിഞ്ഞത് മുതൽ ജാനകി എപ്പോഴും നയനയോട് കലി തുള്ളിയിട്ടാണ്. ചില സമയത്ത് ജാനകിയുടെ കുത്തുവാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ദേവയാനിക്ക് ദേഷ്യം വരും. ഇവിടുന്ന് തുടങ്ങാട്ടെ നമുക്ക്. ജാനകി പറയാണ്, നിങ്ങളൊക്കെ കള്ള കൂട്ടങ്ങളാ. പണ്ട് ഇവരൊക്കെ ഇത് പറയുമ്പോ ഞാൻ അതത്ര വലിയ കാര്യമാക്കിയില്ല. എന്റെ മകന്റെ കാര്യം വന്നപ്പോഴാണ് എനിക്കത് ബോധ്യപ്പെട്ടത്. ചെറിയമ്മേ, ഞാൻ എന്റെ മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങളാ ചെറിയമ്മ ഈ പറയുന്നത്. നയനെ, നീ പണ്ട് പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ നിന്റെ മുതലക്കണ്ണീര് കാണുമ്പോഴേ എനിക്ക് നിന്നെ വലിച്ചു കീറാനുള്ള ദേഷ്യമുണ്ട്. എന്തിനാ ചെറിയമ്മ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാ? അപ്പൊ ജലജ പറയുന്നുണ്ട്, ജാനകി നീ മിണ്ടാതിരിക്കും. ഇവളോടൊന്നും ഇങ്ങനെ പറഞ്ഞാ പോരാ. എടി നാണമില്ലേടി, ഇപ്പൊ ഈ വീട്ടിൽ നിന്റെ കൂടെ നിൽക്കാനേ ഈ നിൽക്കുന്ന ജാനകി പോലും ഇല്ല. ഇവളൊക്കെ ആയിരുന്നല്ലോ നിന്റെ ബലം. ഇപ്പൊ അതൊക്കെ പോയില്ലേ. ശരിക്കും നിന്റെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അപ്പച്ചിയോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ എപ്പോഴും സത്യത്തിന്റെ ഭാഗത്ത് മാത്രമല്ലേ നിന്നത്? നീ എന്നോട് എന്ത് തെറ്റാ ചെയ്തതെന്നോ? നീ എന്നിവിടെ വലതുകാലം വെച്ച് കയറിയോ അന്നു മുതൽ തുടങ്ങിയത് അവശകുനം. നീയും നിന്റെ ചേച്ചിയും എപ്പോഴും അഴിഞ്ഞുകെട്ടി വരുന്ന നിന്റെ അച്ഛനും അമ്മയും ഇല്ലേ ഞങ്ങൾക്ക് വലിയ തലവേദന ഒഴിയാബാധയോ. ഇതൊന്നും കേട്ടിട്ടും മറുത്ത് മറ്റൊന്നും പറയാൻ കഴിയാതെ ദേവിയാന് ദേഷ്യം അടക്കി പിടിച്ച് നിൽക്കാട്ടോ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, ദേ നയനെ, നീ ആ പണ്ടത്തെ സൗഹൃദം വെച്ചിട്ടേ എന്റെ അടുത്തേക്ക് ഇളയമേന്ന് വിളിച്ച് വന്നേക്കരുത്. ഇപ്പൊ എനിക്ക് നിന്നെ കാണുന്ന പോലെ ഇഷ്ടമല്ല. നിന്നേന്ന് മാത്രമല്ല, നിന്റെ ചേച്ചിയും പിന്നെ എന്റെ മകനെ വഴിതെറ്റിക്കാൻ നടക്കുന്ന നിന്റെ ആ കൊച്ചാനിയത്തിയില്ലേ അവളും. ഒന്നിനെ എന്റെ കണ്ണിന്റെ നേരെ കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. ചെറിയമ്മയ്ക്ക് എന്നെ കാണുന്ന ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ചെറിയമ്മയുടെ മുന്നിൽ വരുന്നില്ല. പക്ഷെ എന്നോടില്ല ഈ വെറുപ്പ് മാറ്റണം. സാധ്യമല്ല. അത്രത്തോളാണല്ലോ കുടുംബം മുഴുവൻ ചെയ്തു വെച്ചേക്കുന്നത്. ഈ കല്യാണം ഒന്ന് കഴിയട്ടെ, രണ്ടിലൊന്ന് തീരുമാനിക്കാനുണ്ട് എനിക്ക്. ചെറിയമ്മ, എനിക്ക് പറയാനുള്ള ഒന്ന് കേൾക്കണം. എന്നെ മനസ്സിലാക്കാതെ പോവരുത്. പെട്ടെന്ന് എന്നെ ജലജ ഇടയിൽ കയറി വരുന്നുണ്ട്. നിനക്ക് ഇനി എന്ത് പറയാനാടി? നിന്നെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലാക്കിന്. നീ ഇനി കൂടുതൽ പറഞ്ഞു വലിയ പരിശുദ്ധിയാവാനൊന്നും നോക്കണ്ട. നിനക്ക് പറയാനുള്ളതൊന്നും ഇവിടെ ആർക്കും കേൾക്കുകയും വേണ്ട. അപ്പൊ ജാനകി പറയുന്നുണ്ട്, ദേ പുതിയ നിന്റെ അടവായിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ മകനെ ഉപദേശം പറഞ്ഞു കൊടുക്കാൻ അവന്റെ അച്ഛനും അമ്മയായി ഞങ്ങളുണ്ട്. അതുകൊണ്ട് നീ കൂടുതൽ എന്റെ മകന് ഉപദേശം പറഞ്ഞു കൊടുക്കണ്ട. പിന്നെ നിങ്ങളെപ്പോലെ വരുന്നവളല്ല എന്റെ മരുമകള്. അവളെ നല്ല കുടുംബത്തിൽ പറഞ്ഞ കുട്ടിയാ. അവൾക്ക് നിങ്ങളെപ്പോലെയുള്ള ഇങ്ങനത്തെ ദുഷിച്ച സ്വഭാവമൊന്നുമില്ല. അതൊരു പാവം കുട്ടിയാണ്. പിന്നെ അവളെ നിങ്ങളെ കൂടെ കൂട്ടിയിട്ട് നിങ്ങളുടെ ദുഷിച്ച സ്വഭാവം കൂടി അവിടെ പഠിപ്പിച്ചു കൊടുക്കരുത്. ആ സമയം തന്നെ ദേവയാനി പ്രതികരിക്കുന്നുണ്ട്, ജാനകി ഒന്ന് നിർത്തുന്നുണ്ടോ? കുറെ നേരമായല്ലോ. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ പിന്നെ എന്തിനാ നയനോട് സംസാരിക്കാൻ നിൽക്കുന്നത്? അനിയെ ഉപദേശിക്കാൻ നിനക്കും നിന്റെ ഭർത്താവിന് മാത്രമൊന്നല്ല അധികാരമുള്ളത്. മുത്തശ്ശനും മുത്തശ്ശിക്കും അവനെ പണ്ട് മുതലേ വളർത്തിയ ഞങ്ങൾക്കൊക്കെ അധികാരമുണ്ട്. എടുത്തി, ഞാൻ അങ്ങനെയല്ലോ പറഞ്ഞത്. ദേ ഇവളോട് വെറുതെ അനിയുടെ കാര്യത്തിൽ കയറി ഇടപെടണ്ടെന്ന് പറഞ്ഞതാ. ഇവളുടെയൊക്കെ വൃത്തിയായിട്ട് സ്വഭാവം ആ കനക പഠിപ്പിച്ചു കൊടുത്തല്ലേ. അങ്ങനെ എന്റെ മോനെയും വഴിതെറ്റിക്കില്ലെന്ന് ആര് കണ്ട്? ജാനകി, നീ ഒരുപാട് തരം താന്ന് സംസാരിക്കുന്നു. ഈ നിൽക്കുന്നത് എന്റെ മരുമകളാണ്. നീ നയനയെ മോശക്കാരിയാക്കുന്നത് എന്നെയും മോശക്കാരിയാക്കുന്നതിന് തുല്യ. എടുത്തി, ഞാൻ ഏടത്തി എന്നും വെച്ചിട്ടല്ല, ഞാൻ ഇവളോടാ പറഞ്ഞത്. ദേവയാനി നയനയോട് പറയുന്നുണ്ട്, നയനെ, നീ ഇനി അനിയോട് സംസാരിക്കാൻ പോകണ്ട. അതിവിടെ ആർക്കും ഇഷ്ടമല്ല. അമ്മേ, ഞാൻ അനിയുടെ അടുത്തോട്ട് സംസാരിക്കാൻ പോകുന്നതല്ല. അനി എപ്പോഴും എന്നെ തേടി വരുന്നതാ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, ആഹാ അടുത്ത കള. എടി, നിന്റെ അനിയത്തി എന്റെ മോനെ ചാക്കിട്ട് പിടിക്കാൻ നോക്കിയിട്ട് ഇപ്പൊ നിന്റെ അടുത്തേക്ക് അവൻ വരുന്നെന്നോ? നിങ്ങൾക്കെന്താ അനന്തപുരം മുഴുവൻ ഇങ്ങനെ എഴുതി വാങ്ങണോ? അതാണോ നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാ ഇളയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പൊ ദേവയാനി പറയുന്നുണ്ട്, ജാനകി മതി, ഒന്ന് നിർത്ത്. അപ്പൊ ജലജ ഇടയിൽ കയറി പറയാണ്, എന്തിനാ എടുത്ത് ഇങ്ങനെ ഇടയിൽ കയറി ഓരോന്ന് പറയുന്നേ? ഏടത്തിക്കും എനിക്കും ഈ ജാനകിക്ക് ഇവളെ ഇഷ്ടമല്ല. ഇവളെ എങ്ങനെങ്കിലും പുറത്ത് ചാടിക്കണം. അതിന് നമ്മൾ 3 പേരും കട്ടയ്ക്ക് നിന്നാലേ പറ്റൂ. ഇവളെ ചാടിച്ചിട്ട് വേണം പുറകെ ഇവളുടെ ചേച്ചിയും കൂടി ചാടിക്കാൻ. ജലജെ, ഈ നിൽക്കുന്ന നയന എന്റെ മരുമകളാ. അതുപോലെ ആ നിൽക്കുന്ന നവ്യ നിന്റെ മരുമകളും. അത് മനസ്സിലാക്കി ഇനിയുള്ള കാലം ജീവിക്കണം. ഏടത്തിന്റെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? എടുത്തിക്ക് അറിയാലോ നന്നായിട്ട് ഇവൾമാരൊക്കെ എങ്ങനെ ഈ വീട്ടിലേക്ക് കയറി വന്നതെന്ന്. എല്ലാം വളഞ്ഞ വഴിയിലൂടെയാ. ഏടത്തി അതൊക്കെ മറന്നുപോയോ? ഞാനതൊന്നും മറന്നിട്ടില്ല. അതിനുള്ളതൊക്കെ ദൈവം കൊടുക്കേണ്ടടുത്ത് കൊടുത്തോളൂ. പിന്നൊരു കാര്യം, ഈ നിൽക്കുന്ന നയന എന്റെ മരുമകളാണ്. ഇവളെ ആരെങ്കിലും ശാസിച്ചാ അത് എന്നെ ശാസിക്കുന്നതിന് തുല്യാണ്. ഇവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നോട് വന്ന് നിങ്ങൾക്ക് പറയാം. അല്ലാണ്ട് എന്റെ മുന്നിൽ വെച്ച് എന്റെ മരുമകളെ വായി തോന്നി വിളിച്ചു പറയാനുള്ള അവകാശമൊന്നും ആർക്കും ഇല്ല. നയനെ, നീ ആവശ്യമില്ലാതെ എല്ലാവരോടും സംസാരിക്കാൻ നിൽക്കണ്ട. നീ ഇപ്പൊ നിന്റെ മുറിയിലേക്ക് പൊയ്ക്കോ. പിന്നെ ഇവിടുത്തെ ജോലികളൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ മീനാക്ഷി ഇവിടേക്ക് വിളിച്ചിട്ടുണ്ട്. എല്ലാവരും ഇവിടെ എങ്ങനെയായിരുന്നു നിന്നത്, ഇനി അതുപോലെ നിന്നാ മതി. വാശിയും വൈരാഗ്യം ഒന്നും വേണ്ട. എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളണം. ഇതും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ദേവയാനി അവിടുന്ന് പോകുന്നുണ്ട്. ആ സമയം തന്നെ ജലജ ജാനകിയെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ അടുത്ത എപ്പിസോഡിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഉടനടി അടുത്ത എപ്പിസോഡ് കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.